തുളല് പൊട്ടിപ്പോയി കേട്ടോ. അപ്പൊ അത് ഊരി കഴിഞ്ഞിട്ട് ഇവിടെ ഊരി കഴിഞ്ഞിട്ട് ഞാൻ നോക്കാൻ നിന്നില്ല. എനിക്ക് ബ്ലഡ്, എനിക്ക് പേടിയായിരുന്നു, എനിക്ക് എന്താ പറ്റിയെന്നുള്ളത് നോക്കാൻ ഞാൻ നിന്നില്ല. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കയ്യിലോട്ട് ഞാൻ മാറിയെല്ലാം കഴിഞ്ഞാൽ ഒക്കെ നോക്കിയപ്പോഴാണ് എൻ്റെ കൈയുടെ അവസ്ഥ ഞാൻ കാണുന്നത്. ഇവർക്ക് അവിടെ നിന്ന് ആ കൊച്ചിങ്ങനെ പിടിച്ചോണ്ടിരുന്നപ്പോ തന്നെ ഇവർക്ക് സീഷർ വന്നു. പെട്ടെന്ന് എന്റെ കൈ കണ്ടപ്പോഴത്തേക്കും ഇവളങ്ങ് വിറച്ചങ്ങ് പോയി. സീഷർ അവസ്ഥ വന്ന് അത് അറിയാം, കണ്ടാൽ മനസ്സിലാവും ഹെൽമെറ്റിന് എത്ര ഡാമേജ് ഉണ്ടെന്ന്. ആ തലയ്ക്ക് നമുക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിൽ നിന്ന് വണ്ടി കയറുന്ന പുറകിൽ നിന്ന് വണ്ടി കയറുന്ന. രണ്ടാമത്തെ കാര്യം, നമ്മൾ വീഴുന്ന ആ ഒരു സ്പോട്ടിൽ ഞങ്ങൾ രണ്ടുപേരും മരിച്ചു പോയി. ആമി ഇടയ്ക്ക് വന്നിട്ട് എന്റെ കയ്യിൽ പിടിക്കും. ആണോ കേട്ടോ. വിയാലോന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ അത്ര സുഖത്തിലല്ല. കാരണം എന്താണ്, ഇവിടെയൊക്കെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇന്നലെ നമ്മൾ ചെറിയൊരു ആക്സിഡന്റിൽ പെട്ടു. ചെറിയൊരു ആക്സിഡന്റ് അല്ലായിരുന്നു, ഇത്ര വലിയ ആക്സിഡന്റ് ആയിരുന്നു. അത് നമ്മൾ ഇത്തിരി ലഘൂകരിച്ച് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഒരുപാട് ആളുകൾ ടെൻഷനായിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് വിഷമമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയുടെ ആ തുടക്കത്തിൽ നിസ്സാരവൽക്കരിച്ച് പറഞ്ഞതാണ്. എൻ്റെ സൗണ്ട് അവിടെ കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ പോലെ തന്നെ നോർമൽ സൗണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സൗണ്ടിന് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. ബാക്കി എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. എനിക്കൊക്കെ കാല് വരെ പ്രശ്നങ്ങളാണ് കേട്ടോ മൊത്തത്തിൽ. അപ്പം നമ്മൾ ഇന്നലെ എന്തുവാണ് ചുരുക്കത്തിൽ നമ്മൾ ഒന്ന് ഓടിച്ച് പറയാം. ഇന്നലെ നമ്മൾ കേസിനൊക്കെ പോയിട്ട് തിരികെ വരുന്നേരും അമ്പിളി ചേച്ചി എടുത്തും ചാച്ചൻ്റെ അടുത്തൊക്കെ കയറിയിട്ട് സന്തോഷകരമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോയിരുന്നുണ്ടായിരുന്നു. അത് പെട്ടെന്ന് പോകുന്നതിൻ്റെ കാര്യം, ഒന്നാമത്തെ കാര്യം കുഞ്ഞുങ്ങളും അമ്മയും ഇവിടെ നമുക്ക് ടെൻഷനായിരുന്നു. ചേറ്റാമ്മ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര പാടല്ല, രണ്ടുപേരെ ഇട്ടിട്ട്. അമ്മയ്ക്കും വയ്യ, അച്ഛൻ അമ്മേനെ നോക്കണം. ഓടി പഠിച്ചല്ല വന്നത്. നല്ല സന്തോഷത്തിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ പ്രശ്നത്തെക്കാളും നല്ല സന്തോഷത്തിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ അതെ. അപ്പം ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് മറ്റേ ടിക്കറ്റ് രണ്ടെണ്ണം ഞാൻ എടുത്തു വെച്ചേക്കുവാണ്. ഓൾറെഡി ചേച്ചിമാർ പേ ചെയ്തതാണ്. അപ്പോൾ എനിക്കത് അവർക്ക് കറക്റ്റ് സമയത്ത് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ വന്നിട്ട് എനിക്കത് അയക്കണമെന്നും ആ ഒരു രീതിയിലാണ് പോരുന്നത്. നമുക്ക് 8 മണിക്ക് ഇപ്പുറം വരുവാണെങ്കിൽ നമുക്ക് എനിക്കത് കൊടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷേ എന്തുവാ നടക്കത്തില്ല. പക്ഷേ ഇൻ കേസ് വന്നാലും നടക്കത്തില്ലായിരുന്നു ചിലപ്പം. പക്ഷെ ആ ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ അവിടെ അമ്പിളി ചേച്ചിയുടെ അടുത്തൊക്കെ പോകുന്നത്. അപ്പോൾ പോകുന്ന കാപ്പിയൊക്കെ നമ്മൾ കുട്ടിക്കാലം വന്നപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങിയായിരുന്നു. കാരണം ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചത് എന്താ ഒരു 10 മണിക്കാണല്ലേ. ഉച്ചയ്ക്ക് നമ്മളൊന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് പക്ഷെ നമ്മൾ കഴിച്ചെന്ന് നമ്മൾ അമ്പിളി ചേച്ചിയോടൊക്കെ പറഞ്ഞ് കഴിച്ചെന്ന്. കഴിക്കാനുള്ള സമയം അന്നേരം അവിടെ ഇല്ലായിരുന്നു. പിന്നെ ചാച്ചൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് കഴിച്ചെന്ന് പറഞ്ഞു കേട്ടോ. നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നമുക്ക് കഴിക്കാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. നമ്മൾ അവിടെ കോടതിയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കാഞ്ചാറിലോട്ടാണ്. അവിടെ പോയിട്ട് നമ്മൾ അങ്ങ് നേരെ രണ്ടിടത്തും പോയിട്ട് ഇങ്ങനെ തിരിച്ചു പോരുന്ന വഴി അവിടെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു. വളഞ്ഞെങ്ങാനൊക്കെ കഴിയുന്നു. അപ്പോൾ ചെറിയ ചാറ്റമഴയുണ്ട്. മഴ അപ്പോൾ ഓൾറെഡി നല്ലപോലെ പെയ്ത് കഴിഞ്ഞ് റോഡെല്ലാം നല്ല വെള്ളമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പയ്യെ പോരുവാണ്. എല്ലാ വണ്ടികളും സ്ലോ ആയിട്ടാണ് പോകുന്നത്. കാരണം ഒരു ചെറിയൊരു മഞ്ഞും മഴയും രണ്ടുകൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ തന്നെയാണ്. അതുപോലെ ഭയങ്കര തണുപ്പുമായിരുന്നു. അപ്പം കുഞ്ചൂസ് ഓൾറെഡി ആ സ്വെറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ആ ഭാഗമൊക്കെ കണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങ് ഇറങ്ങി നമ്മൾ പോരുവാണ്. പോകുന്ന കുറച്ചങ്ങ് ചെന്നു ഒരു ചെറിയ വളവാണ്. പെരുവന്താനത്തിനൊക്കെ മുമ്പായിട്ട് ഏകദേശം ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ മുമ്പാണ് പെരുവന്താനത്തിന്. നമ്മൾ വളവെങ്കിൽ നോർമലായിട്ട് പോവാം. നമ്മളിങ്ങനെ പോകുന്നു. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി പയ്യെ കയറി വരുന്നു. പയ്യ നോർമൽ സ്പീഡ് 40-30 ആ ഒരു സ്പീഡിലാണ് കയറി വരുന്നത്. പുറകിലത്തെ വണ്ടിയും അത്യാവശ്യം ഒരു സ്പീഡ്. അതിൻ്റെ പുറകെ ഒരു SUV 500, പിന്നെ ബസ് പുറകെ, അതിൻ്റെ പുറകെ പിന്നെ 2 പിള്ളേർ ബൈക്കിലും ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം അറിയുന്നത്. നമ്മൾ ഇവരെ ഒന്നും കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ വളവ് തിരിഞ്ഞ് നമ്മൾ വളവങ്ങ് തിരിയുകയും പിന്നെ എന്നാന്ന് അറിയത്തില്ല. പിന്നെ എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ അങ്ങ് സ്കിഡായി പോയിട്ട് ഞാൻ ഇവളുടെ ഒച്ച കേൾക്കുന്നുണ്ട്. ഇവള് ഓൾറെഡി വീണു. അപ്പൊ വണ്ടി സൈഡ് ഇവള് ആ സൈഡിലോട്ട് പോയി. ഞാൻ ഫ്രണ്ടിൽ വണ്ടിയുടെ കൂടെ വരഞ്ഞു. വണ്ടി ഹാൻഡിൽ തന്നെ പിടിച്ചേക്കുവാണ് ആ സമയം. അപ്പം കാല് കുത്തി നിൽക്കാം എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ വണ്ടിയിൽ മുറുക്കെ പിടിച്ചിരുന്നത്. ഇവക്കൊന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് എൻ്റെ കാലിൽ തന്നെ നിർത്താം എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കാരണം ഓൾറെഡി കുഞ്ചൂസിന് ഒരുപാട് അപകടങ്ങൾ പറ്റി മൊത്തം വീക്കായിട്ടിരിക്കുകയാണ് കുഞ്ഞ്. ആ കൂട്ടത്തിൽ അവളൂടെ അവൾക്ക് എന്തെങ്കിലും പറ്റുമോ മൊത്തത്തിൽ. അന്നേരം അവൾ മാത്രമായിരുന്നു എൻ്റെ മനസ്സ് ഫുള്ള്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിൽ കൂടെ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് മറ്റേ വണ്ടി വരുക. കാരണം ഞാൻ ആ വണ്ടിയുടെ നേരെയാണ് പോകുന്നത്. ഇവൾ ഇങ്ങോട്ടും പുറകിൽ നിന്ന് വരുന്ന വണ്ടി കയറി പോകുന്ന രീതിയിലും ഞാൻ ഈ ലൈനിന്റെ ഇപ്പുറത്തോട്ടും പോയി. കാരണം വളവ് ഇങ്ങനെ വരുക. അപ്പൊ അങ്ങോട്ട് തെന്നിപ്പോയി.
തെന്നി അങ്ങ് പോയി. അപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടി ഇങ്ങനെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ആ വണ്ടിയുടെ പോകുന്ന കൂട്ടത്തിൽ ഞാൻ ഇവളെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവള് ഇങ്ങനെ കൈ പൊക്കുന്നുണ്ട്. ഇരുന്ന് അതായത് അല്ല ഈ കൈ അല്ല, ഇപ്പുറത്തെ കൈ, ഈ കൈ വെച്ചിട്ട് ഈ കൈ വീണു. ഇതെല്ലാം പെട്ടെന്നുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ വണ്ടിക്ക് നേരെ വെട്ടം ഭയങ്കരമായിട്ട് വേണ്ട, അത് വലിയ കാറിന്റെ വെട്ടം വരുന്നു. നമ്മൾ ഈ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെ ഭയങ്കരമായിട്ട് വലിയ വെട്ടം വരുന്നു. എന്റെ മനസ്സിൽ എന്റെ ദേഹത്തൂടെ കയറിയ വണ്ടി കയറി പോകുന്നു. ഞാൻ കൈ പൊക്കി പിടിച്ച് ഇടിക്കരുത് കേട്ടാന്ന് പറഞ്ഞു. കേൾക്കുമെന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഞാൻ ആള് താഴെ ഇരിക്കുന്ന എന്നെ കാണത്തില്ലല്ലോ. എന്റെ കൈ എന്റെ തലയ്ക്ക് മേലെ പൊങ്ങിയ ഒരു ഹൈക്ക് പൊങ്ങിയാലല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നവർ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അത് ബ്രേക്ക് ഔട്ട് നിർത്തി. അതെ, എന്റെ പൊന്നെ, മരണം മുന്നിൽ കണ്ട ഒരു സമയമായിരുന്നു. അവിടെ ഏറ്റവും ഫസ്റ്റ് എന്റെ മുന്നിൽ വന്നത് കുഞ്ചൂസും കുഞ്ഞുങ്ങളുമാണ് പെട്ടെന്ന് മനസ്സിൽ കയറി വന്നത്. അപ്പം ഇവളെന്നെ കുറിച്ചാണ് ആ സമയം ചിന്തിച്ചത്. ഇവള് ഭയങ്കര ഷോക്കായി പോയി. ഇവള് വിറച്ച് കാരണം എനിക്കെന്തോ പറ്റി. ഞാൻ വീണ് ഇവള് നോക്കുമ്പോൾ ഞാൻ ആ സ്കൂട്ടിയായിട്ട് അങ്ങ് ഒരഞ്ഞങ്ങ് പോവല്ലേ. അപ്പൊ എനിക്കെന്തോ പെട്ടെന്ന് പറ്റി. ഇവള് ആ വിറയൽ തുടങ്ങി. കാരണം ഇവള് വീക്ക് ആകുമ്പോഴത്തേക്കും ഇവൾക്ക് ആദ്യം ഇങ്ങനെ ശരീരം ഇങ്ങനെ ഭയങ്കരമായിട്ട് വിറച്ചിട്ട് പിന്നെ അസുഖം വരും. അങ്ങനെ ഒരു കണ്ടീഷനിലോടാണ് ഇവളെത്തുന്നത്. അപ്പം ഇവളെ സൈഡിലോട്ട് പെട്ടെന്ന് പുറകിലത്തെ ചേട്ടന്മാർ ഒതുക്കി. അപ്പോഴത്തേക്കും ഒരു ബസ്, പുറകിൽ കിടന്ന ബസ്സാണ്, ഒരു അപകടം നടന്നപ്പോഴും ആ ബസ് ഓവർടേക്ക് ചെയ്തു കയറി വന്നു. അപ്പം എല്ലാ വണ്ടിയും ബ്ലോക്കായി പെട്ടെന്ന്. അപ്പോഴത്തേക്കും പിന്നെ ആ ചേട്ടന്മാർ അലമുണ്ടാക്കി വഴക്ക് പറഞ്ഞു. നിങ്ങൾ ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോഴാണ് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നത്, അവർ അവിടെ വീണ് കിടക്കുമല്ലേ, ഒന്ന് സൈഡിലോട്ട് ആക്കാനുള്ള സാവകാശം വല്ലതും തരാം എന്നൊക്കെ അങ്ങനെ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടാണ് കേട്ടോ. കാരണം നമ്മുടെ മൈൻഡ് ഫുള്ള് ഇതായി പോയായിരുന്നു. കാരണം ഒരു ഷോക്കും എന്തുവാണ്, ഞാനിപ്പം റിയൽ വേൾഡിലാണോ നിൽക്കുന്നത് എവിടെയാണെന്നുള്ള ഒരു അവസ്ഥയിലോട്ട് സത്യം പറഞ്ഞാൽ പോയി. ഇങ്ങനെ വീണ ആ ഇവിടെ ഫുള്ള് കണ്ടോണ്ടിരിക്കുന്നു. എനിക്ക് എന്റേത് പറയുന്നില്ല, എനിക്ക് അപ്പൂസിനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് പിടിക്കാൻ നോക്കി. ഞാൻ എണ്ണിപ്പിക്കാനൊക്കെ നോക്കും. വണ്ടി ചേരുന്നപ്പോഴേ ഞാൻ അപ്പൂനെ കയറി പിടിച്ചു. പക്ഷെ പ്ലാസ്റ്റിക്കിലൊന്നും പിടിച്ചില്ല. അതേ ഇതിലാണ് തെന്നി അത് അടിച്ചു പോയത്, വണ്ടി അടിച്ചു പോയത്. വേറെ വണ്ടി വന്ന് കയറിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇന്നിവിടെ സംസാരിക്കാൻ കാണത്തില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു ഓർമ്മയായി മാത്രം പോയേനെ. ഒരു ഇത്രയും പേർ ഇവിടെ കുമാരിയമ്മ 1 മണിക്കൂർ മുമ്പിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞു. അന്ന് മഴ പെയ്തപ്പോഴത്തേക്കും അമ്മയും കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞു, അച്ഛൻ അമ്മയും മഴയത്താ പോയേക്കുന്ന, സ്കൂട്ടിയെ പ്രാർത്ഥിക്കണം, നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിച്ചാലേ അവര് ഹാപ്പി ആയിട്ട് തിരിച്ചു വരണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ അമ്മ ഇവിടെ വന്നപ്പോൾ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ വണ്ടി കൊണ്ട് എന്തിനു പോയി, ബൈക്ക് കൊണ്ട് എന്തിനു പോയി? ഇല്ല, ഇവര് ഉറങ്ങിയിരുന്നപ്പോ തന്നെയാണ് നമ്മൾ പോയത്. രാത്രി കാറിന് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതെ കാറ് മൊത്തം ഞാൻ വൈകിട്ട് ക്ലീൻ ആക്കി വൃത്തിയാക്കി. അവര് കിടക്കുമ്പോൾ ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും കാറ്. അപ്പൊ അവരുടെ വിചാരം കാറിൽ പോകുന്നത്, ഇവക്ക് കിടക്കാൻ വേണ്ടി ബെഡെല്ലാം ഞാൻ പുറകെ സെറ്റാക്കി എല്ലാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോയി കണ്ടിട്ട് ഇപ്പൊ ഇത്ര ഈ ഒരു അവസ്ഥയല്ല നമ്മൾ നിൽക്കുന്നത്, നമുക്ക് എന്നാൽ സ്കൂട്ടിക്ക് പോയാൽ പോലെ. കാരണം 4000 രൂപ ആവും പോയിട്ട് തിരിച്ചു വരുമ്പോൾ. അവിടെ വക്കീലിന് പൈസ കൊടുക്കണം. പിന്നെ അങ്ങനെ നമ്മുടെ അവിടെ ചെല്ലുമ്പോൾ വെല്ലുവെച്ച് വലിച്ചാൽ എല്ലാവർക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ ഒരു സമയത്താണ് പോകുന്നത്. അപ്പം നമ്മളത് ചെയ്തിട്ട് വരും. അപ്പം നമുക്ക് ആ ഒരു സ്കൂട്ടി അല്ലോ കാർ ഒഴിവാക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാമല്ലോ. അങ്ങനെ ഒരു വിചാരിച്ചാണ് അങ്ങ് പോയത്. അപ്പം അത് നമ്മുടെ ഒരു വിധിയായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വലിയൊരു അപകടം മുന്നിൽ കണ്ട്, അത് വലിയൊരു അപകടം ഉണ്ടാകാൻ പോയത് അത് ഒഴിഞ്ഞു പോയാലും ഉണ്ട് സത്യം പറഞ്ഞാലും. അത് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നിപ്പം ഞങ്ങൾക്ക് പെടലി അനക്കാൻ വയ്യായിട്ട് രണ്ടുപേരും. ഞാൻ ഓർത്ത് മറ്റേ കഴുത്തിൽ സാധനം ഇടണമെന്ന് രാവിലെ എണീറ്റപ്പോൾ ഒട്ടും പറ്റത്തില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ മറിഞ്ഞ് വീണ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ ചേട്ടൻ എന്നെ ഇടിക്കാൻ, അതായത് എന്നെ ഇടിക്കുകയല്ല ചേട്ടൻ, കാരണം സ്ലോയിലാണ് വന്നത്. പക്ഷെ എൻ്റെ മനസ്സിൽ ആ ചേട്ടൻ എൻ്റെ ദേഹത്തോട് കയറുമെന്നാണ്. കാരണം ഞാൻ ആ ഒരു ഇതിലാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ ചേട്ടൻ അവിടെ നിർത്തി പെട്ടെന്ന് ആളെല്ലാം കൂടെ കൂടി കുഞ്ചൂസിനെ ആ വണ്ടിയുടെ അടുത്തോട്ടാണ് കുഞ്ചൂസിനെ പെട്ടെന്ന് ആ സൈഡിലോട്ട് എല്ലാവരും കൂടെ ആക്കിയത്. അപ്പം ആ വണ്ടി വരുന്നോണ്ടിരിക്കുക. അപ്പം ആ ചേട്ടൻ വലിയ എന്തോ വണ്ടിയാണ്, വണ്ടി എന്തോ ആണെന്ന് മനസ്സിലായില്ല. പക്ഷെ അകമെല്ലാം ഫുൾ ലെതർ ഫിനിഷിങ്ങിലുള്ള നല്ല സൂപ്പർ ഒരു വണ്ടി. അപ്പൊ ആ ചേട്ടൻ പറയുവാണ് കുഞ്ചൂസിന്റെ ദേഹത്തൂടെ എല്ലാം ബ്ലഡ് ഇങ്ങനെ എവിടുന്നാ ബ്ലഡ് വരുന്നത് നമുക്ക് അറിയത്തില്ല. ആ ഒരു ഞാൻ പോയിക്കുന്നത് എന്റെ ദേഹത്തു നിന്നാണോ അല്ല, പക്ഷെ അവളുടെ ദേഹത്ത് നിന്ന് ഇങ്ങനെ ഇറ്റിറ്റ് ഇങ്ങനെ വീണോണ്ടിരിക്കുക. അത് നിറഞ്ഞിട്ട് ഇങ്ങനെ ഇറ്റിറ്റ്. അത് ഇവിടെ സെറ്റർ ഇട്ടിട്ടില്ലായിരുന്നു. ആ സെറ്റർ ഫുള്ള് ബ്ലഡ് കുടിച്ചിട്ട് അതിലൊരു തുള ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് നേരെ ബ്ലഡ് താഴോട്ട് ഇങ്ങനെ ഇറ്റിട്ട് വീണോണ്ടിരിക്കുകയായിരുന്നു. അത്രയും ആഘാതം കുറഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പം ആ ചേട്ടൻ പറയുവാണ്, ആ രക്തത്തോടെ നിൽക്കുന്ന കുഞ്ചൂസിന്റെ അടുത്ത് പറയുവാണ്, മോളെ അവിടെ കയറിയിരിക്കും, ദൈവത്തെ മുന്നിൽ കാണാന്നൊക്കെ പറയാലോ, അകത്ത് കയറിയിരിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രയും ഒരു വലിയൊരു വണ്ടിക്കകത്ത് ബ്ലഡോടെ അവൾ കയറുന്ന ആണ്. അതെ നമ്മൾ കേട്ടിട്ടുണ്ട്, അങ്ങനെ കയറ്റാൻ മടിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു ദൈവത്തെ പോലെ കാച്ചേടം പറയാണ്, മോളെ അകത്ത് കയറി, തല കറങ്ങുന്നുണ്ട്, അകത്ത് കയറി വെള്ളം കുടിക്കും, കുറെ നേരം റെസ്റ്റ് എടുക്ക്, നമുക്ക് എന്നിട്ട് നോക്കാം, നമുക്ക് അടുത്ത ആശുപത്രി പോവാം. തല ഇറങ്ങി എനിക്ക് അങ്ങ് ബോഡി ഫുള്ള്. അപ്പൊ ഞാൻ കയറി പെട്ടെന്ന് കയറി പിടിച്ചു, അപ്പൂസിനെ പിടിച്ചു. എപ്പോഴും എനിക്ക് പിന്നെ വീണ്ടും പ്രഥമ ദൃഷ്ടിയാലൊന്നും നോക്കിയാൽ ഒന്നും കാണാൻ വേണ്ടിയിട്ടില്ല.
അപ്പോൾ ഞാൻ അപ്പോൾ ഓക്കെ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ ഇച്ചിരി ആശാണ്. പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഒരു മനസ്സിൽ പേടി, തല ഇടിച്ചിട്ടുണ്ടോ, തന്ത് പറ്റിയിട്ടുണ്ടോ, നമുക്ക് ഇച്ചിരി ഞാനല്ല അതിൻ്റെയൊക്കെ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് ഫുൾ ഫുൾ ഇങ്ങനെ മരപ്പ് മാത്രം, ഫുൾ ബോഡിയിൽ വേനൊന്നും അറിയുന്നില്ല ആ സമയം. ബ്ലഡ് പോകുന്ന ഇങ്ങനെ കാണുമ്പോഴേക്ക് തല ഇറങ്ങി. ചേട്ടൻ വെള്ളം, വണ്ടിയിൽ വെള്ളം, ചേട്ടൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം തന്നെയായിരുന്നു, വെള്ളം എടുത്ത് വന്ന് കുറേ കുടിച്ച് നേരെ കുടിച്ച് നിന്ന് പറഞ്ഞു ആശുപത്രി കൊണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞു ആശുപത്രി മേളിലോട്ട് പീരുമേട്ടിലോട്ട് പോകുന്ന ആ ചേട്ടൻ നമ്മളെ ആശുപത്രി കൊണ്ട് തിരിച്ചു പോകണം. അപ്പത്തേക്കും പുറകെ വരുന്ന അതുപോലെ തന്നെ ദൈവതുല്യരായിട്ടുള്ള കുറച്ച് പേരുടെ ഉണ്ട്. ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് അവരുടെ കൂടെ, അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. ഷിജു ചേട്ടൻ, ഷിബു ചേട്ടൻ, ലിജോ ചേട്ടൻ KSRTC ഡ്രൈവറാണ്. പിന്നെ ഒരു ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ 2 പിള്ളേരുണ്ടായിരുന്നു ബൈക്കിൽ, ഒന്ന് നാസിനും ഒന്ന് റിജോയും. അവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പുറകിൽ SUV വരുന്നുണ്ടെന്ന്. അപ്പം ആ ചേട്ടനോട് പിരുമയിലോട്ട് പോകുന്ന ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ എന്നാ പൊക്കോ, ഞങ്ങൾ അവരുടെ കൂടെ പൊക്കോളാന്ന് പറഞ്ഞു. അല്ല, ചേട്ടൻ അറിയത്തില്ല, കൊണ്ടാക്കുക. അതെ. അപ്പം നമ്മുടെ വണ്ടി അവിടെ ഇരിക്കും. അപ്പം തിരിച്ചു കൊണ്ടെടുക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പത്തേക്ക് ആ പിള്ളേർ പുറകെ വന്ന ബൈക്കുകാർ നമ്മുടെ വീഴ്ച കറക്റ്റ് ആയിട്ട് കണ്ടാണ് എങ്ങനെയാന്ന്, നമ്മളെങ്ങനെ സ്കിഡായി വീണു, നമ്മളെങ്ങനെ അത് അവിടെ ഒരിക്കലും വീഴേണ്ടതല്ല ചേട്ടാ, പിന്നെ എങ്ങനെ നിങ്ങൾ വീണെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അവര് അമ്മ എടുത്ത് പറഞ്ഞു, ചേട്ടാ നമ്മളെ അവർ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, അതായത് നമ്മളെ അറിയത്തില്ല, അവർ പെട്ടെന്ന് കണ്ടിട്ട് ശ്രദ്ധിക്കുന്നില്ലല്ലോ, ഒരു ആക്സിഡന്റ് നടന്നു അവര് രക്ഷിക്കുന്നു. അപ്പം ആരാന്നൊന്നും നോക്കുന്നില്ല. അപ്പം അവര് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടായും ചേച്ചിയും ആ വണ്ടി SUV കയറിക്കും, ഞങ്ങള് ബൈക്ക് എടുത്തിട്ട് പുറകെ വരാം. അപ്പം ഒരു പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയാണ്, നമുക്കറിയത്തില്ല, ആരാന്നൊന്നും അറിയത്തില്ല. നമ്മൾ പറഞ്ഞു ഓക്കെ പോലെന്ന് പറഞ്ഞു. ആ പിള്ളേർ അത്രയും നമ്മുടെ കൂടെ പുറകെ വന്നു, ആശുപത്രി വന്നു. ആ ചേട്ടന്മാര് കേട്ടോ, ആ ചേട്ടന്മാര് നമുക്ക് കൂടെ നമ്മളെടുത്ത് പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പരിക്കോ കാര്യങ്ങളോ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ഇപ്പൊ സാമ്പത്തികമായിട്ടാണെങ്കിൽ പോലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുണ്ട്. നിങ്ങൾ അതിനകത്തൊന്നും ഓക്കെ ആകാതെ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. മോളെ ഓക്കെ ആകും, മോള് പേടിക്കണ്ട, മോള് ഇതാകണ്ട, വിഷമിക്കണ്ട. അവർ വിചാരിച്ച് നമുക്ക് ചില ചികിത്സ ഒന്നും ചെയ്യാൻ പറ്റുമല്ലാത്ത പാവങ്ങളാന്ന് സത്യം പറഞ്ഞാൽ അവർ വിചാരിച്ച അല്ല, പാവങ്ങൾ അങ്ങനല്ല നമുക്ക് പറ്റുമല്ല. കാരണം ഒരു പ്രൈവറ്റ് ആശുപത്രിയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ടെൻഷൻ ഉണ്ടെന്നാണ് അവരുടെ ഒരു വിചാരം. കാരണം നമുക്ക് ഈ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. എങ്കിലും ഞാൻ പറഞ്ഞു, അല്ല ചേട്ടാ പേടിക്കൊന്നും വേണ്ട, അങ്ങനെ ടെൻഷൻ ഒന്നും ആവേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം എനിക്കും ഒരു സൈഡ് ഇങ്ങനെ ഫുള്ള് തളർന്നു വരുന്നുണ്ട്. പക്ഷേ കുഞ്ചൂസിന്റെ പെയിനും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് എന്തോ മനസ്സിലായി, ഭയങ്കര വേദനയാണെന്ന് മനസ്സിലായി. അപ്പൊ എന്റെ ഏറ്റവും വലിയ പേടി എന്നാന്ന് വെച്ചാൽ കുഞ്ചൂസിന്റെ കൈ ഒടിഞ്ഞോ. അപ്പൊ ആ ഫ്രണ്ടിൽ നിന്ന് ചേട്ടൻ പറയുന്നത് കൈ ഒടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കൈ ഇങ്ങനെ നമുക്ക് അനക്കാൻ പറ്റാതെ ഇരിക്കുക. അപ്പോൾ അത് വലിയൊരു പേടിയായിട്ട് ഇങ്ങനെ നിന്നു. ഞങ്ങൾ ആശുപത്രി ചെന്നു, ആ പിള്ളേർ പുറകെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നിങ്ങൾ പുറത്ത് ഇനി പോകല്ലേ, ഒന്ന് പോകല്ലേ, കാരണം എനിക്ക് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അകത്തോട്ട് പോയി, പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ ചെയ്തു. TT എടുത്തെന്ന് ചോദിച്ചു, ഇതുവരെ TT എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു, എങ്ങനെ വീണതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. വേറെ വണ്ടി ഇടിച്ചൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ 2 പേർക്കും TT എടുത്തു. TT എടുക്കാൻ അവരെല്ലാം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇവർക്ക് ഭയങ്കരമായിട്ട് പെയിനും കാര്യങ്ങളും എല്ലാം കൂടിയതിന് ശേഷം ഡ്രസ് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നല്ലോ. ഡ്രസ് ചെയ്യാനല്ല, എല്ലാം ക്ലീൻ ആക്കിയിട്ട് ആശുപത്രി കയറി TT എടുത്തു കഴിഞ്ഞിട്ടും ഇവിടെ എന്താ സംഭവം എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഇവരാരും എന്താണെന്നുള്ളത് ഒന്നും കണ്ടില്ലായിരുന്നു. അവിടെ ഇരുന്നു. അതുപോലെ തന്നെ വേറൊരു ആക്സിഡന്റ് കേസുമായിട്ട് വന്ന് അവിടെ ഇരുന്ന് ഞാൻ വീണ്ടും ഈ തലയിറങ്ങാൻ തുടങ്ങി. വീണ്ടും അവരോട് വന്ന് കൊച്ചിൻ്റെ ഞാൻ വെള്ളം തരാമെന്ന് വെച്ച് വെള്ളം വാങ്ങിച്ച് പിന്നെയും കുടിച്ചല്ല. ഞാൻ വീണ്ടും പോകും, പിന്നെ ബോധം പോവും. പിന്നെയും ഒന്നും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവത്തേ ഉള്ളൂ എൻ്റെ ഒരു സീനാണ്. എനിക്ക് ഒന്നാമത് BP ലോ ആണ്. അപ്പം നോക്കിയപ്പോഴും 110-70 എങ്ങാണ്ടേ ഉള്ളൂ എനിക്ക് BP ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നോർമൽ BP തന്നെ ലോ ആണ്, പേടിക്കാനാണ് ഒന്നുകൂടെ ലോ. എനിക്ക് നോർമലി കുറഞ്ഞ ഇതിലും താഴെയൊക്കെ പോവാറുണ്ട്. ഞാൻ പറഞ്ഞു ഇതിലും താഴെ പോവാറുണ്ട്, പോവാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. ഞാൻ എടുത്തപ്പോൾ തന്നെ സിസ്റ്റർ എടുത്ത് പറഞ്ഞു, അവർ കുറവാന്ന് പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എപ്പോഴും നോർമല് കുറവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആണ് പതുക്കെ സെറ്റർ തന്നെ അവിടെ വേറെ ആക്സിഡന്റ് വന്ന് അവരുടെ അമ്മയും കൂടെ വന്നാൽ പിന്നെ അത് നമ്മൾ വീണതിന്റെ തൊട്ട് താഴെയായിട്ട് കാർ ആക്സിഡന്റ്. അത് ചങ്ങനാശ്ശേരി ആ അമ്മയുടെ കൈ തോളല് പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ അത് ഊരി കഴിഞ്ഞിട്ട് ഞാൻ നോക്കാൻ നിന്നില്ല. എനിക്ക് പേടിയായിരുന്നു, എനിക്ക് എന്താ പറ്റിയെന്നുള്ളത് നോക്കാൻ നിന്നില്ല. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കയ്യിലോട്ട് ഞാൻ മാറിയെല്ലാം കഴിഞ്ഞാണ് ഓക്കെ നോക്കിയപ്പോഴാണ് എൻ്റെ കൈയുടെ അവസ്ഥ എങ്ങനെയാണ് കാണുന്നത്. കുഞ്ഞൂസിന്റെ കൈയുടെ അവസ്ഥ എന്നാന്ന് വെച്ചാൽ അകത്തോട്ട് കുഴിഞ്ഞു പോയി. അകത്തെ ആ വെള്ളമൊക്കെ കാണത്തില്ലേ, അകത്തൊന്നും ഇങ്ങനെ ഈ സംഭവമാണ് എൻ്റെ കൈയുടെ അവസ്ഥ ഞാൻ ശരിക്കും കണ്ടിട്ടുള്ളത്. ഇപ്പം ഇത് പറയാൻ അറിയത്തില്ല. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ ട്രെയിൻ ആക്സിഡൻറ്റ്, അതായത് ട്രെയിൻ ഇടിച്ച് ബോഡി അടക്കുന്നത് ശരിക്കും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് ചേട്ടാടൊക്കെ അപ്പൻ്റെ അപ്പയൊക്കെ താമസിക്കുന്ന ഡ്രൈവറൊക്കെ. അപ്പം ബോഡി ഇങ്ങനെ നമ്മുടെ ശരീരം ഇങ്ങനെ വീർത്ത് കിടക്കും. അപ്പം അകത്ത് ഉള്ളിലെല്ലാം പുറത്ത് നിൽക്കുന്ന ഇങ്ങനെ
റൗണ്ട് എല്ലാം ഇങ്ങനെ വെള്ള കളറിലും ചുമലെല്ലാം ആയിട്ടും ബ്ലഡ് എല്ലാം ഇങ്ങനെ ആയിട്ടിരിക്കും. എനിക്കിത് കണ്ടിട്ട് ഒട്ടും പറ്റുന്നില്ല. ഒന്നും കൂടെ കരച്ചില്ല. ഞാൻ ഓർത്ത് ഡ്രസ്സ് ചെയ്ത് കൊടുത്തുള്ളൂ. അപ്പോൾ ഒരു ചേട്ടൻ ഇത്രയുള്ള ചെറിയൊരു മുറിവായിട്ട് കൈ വന്നു. ഇവിടെ ഒരു ചെറിയൊരു മുറിവ്. ഞാൻ നിൽക്കുക, ചേട്ടൻ കൊണ്ട് കാണിച്ച് ചേട്ടൻ ഇങ്ങനെ കൈ മുറിഞ്ഞ എന്തായിരുന്നപ്പോൾ ആ നേഴ്സ് ബ്രദർ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു സ്റ്റിച്ചിനുള്ള വകയുണ്ടോ. അപ്പം ഞാൻ ഓർത്ത് ഇത്രത്തിന് സ്റ്റിച്ച് ചെയ്യണം. എൻ്റെത് സ്റ്റിച്ച് ചെയ്യുമ്പം എനിക്ക് അപ്പോൾ ഒന്നുകൂടെ ടെൻഷനായി, പേടിയായി. പിന്നെ എനിക്ക് അപ്പൂൻ്റെ ഇതിങ്ങനെ നിൽക്കുക. അപ്പോഴോട് ഞാൻ ചോദിക്കും തോറും അപ്പോൾ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആന്ന് പറയുന്നല്ലാതെ എനിക്ക് എവിടെ ഞാൻ എല്ലായിടത്തും ഞാൻ നോക്കുന്നുണ്ട്, എവിടെ ഒന്നും കാണുന്നില്ല. മനസ്സിലായി ഒന്നും നോക്കിയിട്ട് എനിക്കൊന്നും കാണുന്നില്ല. മറ്റേ ആ റെഡ് ടീഷർട്ട് ഇവിടം വരെ കൈ കഴിഞ്ഞ് ഇറക്കമുണ്ട്, കാണത്തില്ല. ഓക്കെ, ഞാൻ പിടിച്ച് നോക്കിയിട്ടൊന്നും എൻ്റെ അടുത്ത് പറയുന്നില്ല, വേദന സഹിച്ചൊന്നും പറയുന്നില്ല. ഞാൻ ടെൻഷനാവുമെന്ന് മനസ്സിലായിട്ട് പറയുന്നില്ല. എന്നിട്ട് ഡ്രസ്സിങ്ങിന് എന്നെ കുറേ നേരം കയറ്റി ഞാൻ കരഞ്ഞു പോയി. ഞാൻ വീണ്ടും ഇറങ്ങാൻ പറഞ്ഞു, ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞു പിന്നെ ഇറങ്ങാൻ. ഞാൻ പറഞ്ഞ എക്സ്റേ എടുത്ത് വരാൻ പറഞ്ഞു. നമ്മൾ ആശ്വാസം കൊണ്ട് എക്സ്റേ എടുക്കാനാണ്. എനിക്ക് കൈ വെക്കാനൊന്നും പറ്റില്ല. വീട്ടിലും എക്സ്റേ 3 പൊസിഷനും എക്സ്റേ എടുക്കണമായിരുന്നു. എക്സ്റേ എടുത്തു. ദൈവഭാഗ്യത്തിന് എക്സ്റേക്കകത്ത് പല കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചതവിൻ്റെ ഇതേ ഉള്ളതാ. ഇവിടെ മുട്ടിൻ്റെ ഇവിടെ നല്ല കരിനീൽസ് നല്ല കിടപ്പുണ്ട്. അതും ഭയങ്കരമായിട്ടില്ല. പക്ഷെ വേറെ പൊട്ടലോ ഒന്നുമില്ല. സർജറിയൊക്കെ അമ്മയുടെ ഒരു അവസ്ഥ എൻ്റെ മനസ്സിങ്ങനെ നടക്കും. എനിക്ക് പേടിയാ. കയ്യ് ചില നാളിരിക്കണം. അതിനുശേഷം ഞങ്ങൾ പുറത്തിങ്ങനെ ഇരിക്കുക. പുറത്തിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സിസ്റ്റർ, ക്യൂട്ട് സിസ്റ്റർ, നമ്മുടെ അതായത് ഒരു ഏഞ്ചൽ എന്നൊക്കെ പറയാം കേട്ടോ. മാലാഖ നമ്മൾ നേരിട്ട് കണ്ട പോലെയൊക്കെയാണ്. കാരണം വന്നിരുന്നു, നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു. അത് സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞില്ല, നേരെ നടന്നു പോവാ. അപ്പൊ ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, സംസാരിച്ചു. കാരണം ഇവള് കരഞ്ഞോണ്ടിരിക്കും, എന്റെ അടുത്ത് പറയുക എന്തോ പറ്റുന്നത്. കാരണം ഇപ്പൊ പറഞ്ഞ എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ ഞങ്ങൾക്ക് ഇന്നലെ നടന്ന സംഭവം നടക്കുന്നതിന് ഒരു 10-25 മിനിറ്റ് അത്ര സമയം പോലും ആയിട്ടില്ല. ഞങ്ങൾ ചായ കുടിച്ചിറങ്ങി താഴെ വളവണ്ടി കഴിഞ്ഞ് വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ആയപ്പോഴേക്കും ഈ സംഭവം ഞാൻ വേറെ രീതിക്കാണ് കണ്ടത്. അത് അങ്ങനെ നടക്കും, അത് അങ്ങനെ എന്നെ കണ്ടു. ഞാൻ പറയാൻ നിന്നില്ല. അപ്പോൾ ഞങ്ങൾ അതുവരെ സംസാരിച്ചു. ഞങ്ങൾ സംസാരമേ നിർത്തി. അതായത് പറഞ്ഞ് ഞാൻ കാറിൽ ഇരുന്നാണ് ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സൊന്ന് പറയും. ഞാൻ അപ്പോഴോട് ഞങ്ങളങ്ങനെ സംസാരിക്കും. പക്ഷെ ഞാൻ ഈ സ്കൂട്ടിയിൽ എന്നിട്ട് ഞാൻ പറയാനില്ല. കാരണം മനസ്സ് ടെൻഷൻ ആയാലോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സ് വന്ന് പോട്ടെ, നമ്മൾ ദൈവത്തിൽ വിചാരിച്ചു ശ്രദ്ധയില്ല. നല്ല പോയത്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്കിഡ് ചെയ്ത് വീഴുന്നത് ഈ സെയിം സാധനം ഞാനൊരു 10-25 മിനിറ്റ് മുന്നേ കണ്ട് ഞാൻ എണ്ണീറ്റ് നിന്ന് വീണ് ആ സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഞാൻ അവരെ വണ്ടി കയറണം. അവരോട് അത്ര നിന്നവരോട് ഇത് നടക്കുമെന്നുള്ള ഞാൻ കണ്ടു. എനിക്ക് അതെങ്ങനെ എനിക്ക് അതിൻ്റെ ഷോക്കാണെന്ന് ഞാൻ ഇവിടെ മുഴുവൻ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അപ്പൂന് ശരിക്കും പറ്റിയത് ഞാൻ ആ സമയം ഫുള്ളും കണ്ടാണ്. ഞാൻ എന്നിട്ട് നല്ല ആത്മവിശ്വാസത്തോട് പോയി. കാരണം ഞങ്ങൾക്ക് കുറേ ആയിട്ട് ഇങ്ങനെ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാം നമുക്കിങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല. അത് വേറെ രീതിയിലായിപ്പോ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്നില്ല. ഞാൻ എന്താ കണ്ട കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. പക്ഷെ നടന്ന സംഭവം കറക്റ്റായിട്ട് 25 മിനിറ്റ് പോലും ആയിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അങ്ങനെ തന്നെ നടന്നു. അപ്പോൾ എനിക്ക് വീടുമ്പോൾ ഞാൻ വിചാരിക്കുന്ന സ്വപ്നം എന്നുള്ള ഇതാ എന്ത് അതാണ് എന്നെ എനിക്ക് കഴിഞ്ഞിട്ടും സ്വപ്നലോകത്തെ പോലെ എന്നെ എനിക്ക് വേദന ഒന്നും അറിയുന്നില്ല. എനിക്ക് അപ്പൂന് പറ്റി. ഞാൻ കണ്ട സംഭവം നടന്ന് ഞങ്ങൾ മിണ്ടാതെ പോയിട്ടല്ലേ, പെട്ടെന്ന് സംസാരമൊന്നും ഇല്ലാതെ പോകാൻ. ഞങ്ങൾ വർത്താനം പറഞ്ഞാൽ തന്നെ പോകും, ചുമ്മാ വർത്താനം പറയല്ല. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കടയിലെ കാര്യങ്ങൾ നാളെ ചെയ്യും. ഇന്ന് കടയിൽ പോകുന്നുണ്ടോ പൂസ, അത് അതിനെ സംഭവിച്ച് അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് പോയി. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി സംസാരമേ ഇല്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ അത് ഞാൻ അപ്പൂനോട് പറഞ്ഞുകൊണ്ടിരുന്ന് കരഞ്ഞ് ഇരിക്കുകയാണ്. അവർ 3 പേരും, അവർ 3 പേരുടെ ജോലി ചെയ്യുന്നവരാണ്. 3 ഫ്രണ്ട്സ്. അനു എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അത് പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് വന്നു. ഫ്രണ്ട്സിനോട് പറഞ്ഞു നിങ്ങൾ നടന്നു, ഞാൻ വരാന്ന് പറഞ്ഞിട്ട് എന്നെ മാലാഖയെ പോലെയാണ് അത്. അന്നേരം കുഞ്ഞൂസ് അത്രയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വന്ന് ആശ്വസിപ്പിച്ചതൊക്കെ അത്രയും നമ്മുടെ മനസ്സിൽ എന്നും കിടക്കുന്ന അല്ലേ. എന്നെ കൈ പിടിച്ച് ചേട്ടനൊന്നുമില്ല. ഞാൻ അച്ഛനോട് സംസാരിക്കുന്ന ഞാൻ പറഞ്ഞു എനിക്ക് അച്ഛൻ ഒന്നും പറ്റിയില്ല. അപ്പോഴും അച്ഛൻ്റെ അടുത്ത് കൊച്ചു ചോദിച്ചു ചേട്ടായിക്ക് എന്തെങ്കിലും പറ്റിയോ. അത് എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. അപ്പൊ എന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ആ കൊച്ചു നോക്കി. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ആ കൊച്ചിങ്ങനെ കൈ വെച്ചപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഞാൻ കാണിച്ചപ്പോഴാണ് ഇവൾ എന്റെ മുറിവെല്ലാം കണ്ടത്. ഇതില് ശരിക്കും നല്ല സീന്. അവളുടെ അത്ര ആഴത്തിലില്ലെന്നേ ഉള്ളൂ, പരന്നു വെള്ള കളർ കാണാം. അതേപോലെ തന്നെ ബ്ലഡ് ഇതെല്ലാം ഭയങ്കര. അതുവരെ കുഴപ്പമില്ല. ഞാൻ എന്റെ വേദന അല്ലെങ്കിൽ ഞാൻ ഇത് നടന്ന സംഭവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ അത്ര ഇത് പറ്റിയിട്ടുണ്ടെന്നുള്ളത്. ഭയങ്കരമായിട്ട് ഇതായി. പക്ഷെ അവിടെ നിന്ന് ആ കൊച്ചിങ്ങനെ പിടിച്ചോണ്ടിരുന്നപ്പോ തന്നെ ഇവർക്ക് സീഷർ വന്നു. പെട്ടെന്ന് എന്റെ കൈ കണ്ടപ്പോഴത്തേക്കും ഇവളങ്ങ് വിറച്ചങ്ങ് പോയി, സീഷറായി. പിന്നെ ഞാൻ പെട്ടെന്ന് ആ കൊച്ചപ്പോഴത്തേക്ക് ചാടി എണീറ്റ് ഓടിപ്പോയിട്ട് അങ്ങോട്ട് പോയിട്ട് മറ്റേ നമ്മുടെ സ്ട്രെച്ചറില്ലേ അത് എടുത്തിട്ട് അവരെ എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് വന്നു.
അപ്പോൾ എനിക്ക് ഇവളെ എടുത്ത് പൊക്കാൻ പറ്റത്തില്ല. അതായത് ഇവള് ബലം പിടിച്ചുകൊണ്ട് ഇങ്ങനെ സീഷർ വന്ന് ബലമായിട്ട് ഇങ്ങനെ കൈയിട്ടടിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഇവിടെ ചേർത്തൊന്നും പിടിക്കാൻ പറ്റുമല്ല ആ സമയത്ത്, കാരണം അഴുക്കാണ്, പിന്നെ ഇവർക്ക് അസുഖം കൂടത്തുള്ളൂ. അപ്പോൾ ഞാൻ അവർ ഒന്ന് സച്ചറിട്ടു. അപ്പം അവരാരും പിടിക്കുന്നതിന് ഇപ്പം ഞാൻ എടുത്ത് കിടത്തേക്കാം, കാരണം എല്ലാവരും കൂടെ പിടിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് കൂടും, ബലം പിടിക്കുമ്പോഴത്തേക്കും ശരീരത്തിൽ ബലം ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഈ കൈ രണ്ടും കൂടെ വെച്ച് എനിക്ക് ഒരു കാല് ഫുൾ എൻ്റെ പോയിട്ടിരിക്കുകയാണ്, ഫുൾ ഒരു സൈഡ് കംപ്ലീറ്റ് പോയിട്ടിരിക്കുക. അപ്പം ഇടത്തെ സൈഡ് ഫുൾ അങ്ങ് താഴെ വരെ എൻ്റെ പോയിരിക്കുക. അപ്പം ഞാൻ എടുക്കാൻ നോക്കി, പറ്റുന്നില്ല എനിക്ക്. പക്ഷെ ഞാൻ അങ്ങ് കിടത്തി, ഒരു വിധത്തിൽ എടുത്തു, കിടത്തി അവളെ. അപ്പോഴത്തേക്ക് എല്ലാവരും ഓടിക്കൊണ്ടുപോയി അവിടെ ഫ്രണ്ടിൽ തന്നെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി. വലിയൊരു സിറിഞ്ചാണ്, അതിനകത്ത് എനിക്ക് അറിയത്തില്ല എന്തോ മരുന്നെന്ന്. അത് ചെയ്തു പെട്ടെന്ന്. അപ്പം ഒരു 2 മിനിറ്റ് കൊണ്ട് കുഞ്ചൂസ് നോർമലായി ഓക്കെ ആയിട്ട് വന്നു. അപ്പോഴാണ് നമുക്കൊരു ആശ്വാസം. കാരണം ഈ ഒരു കണ്ടീഷനിൽ സീച്ചറോട് വന്നാൽ ഇവർക്ക് ഒന്ന് വരും, പിന്നെ ഒരു 2 മിനിറ്റ് നമ്മളോട് എന്നെ ഒന്ന് നോക്കും, പിന്നെയും കണ്ണ് നിറയും, പിന്നെയും നമുക്ക് സീച്ചർ വരും, ഒരു സങ്കടം മനസ്സിൽ പെട്ടെന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ഞാൻ ഓർത്തു, ദൈവം ഇനി വരുമോ എങ്ങനത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇനി വരല്ലെന്ന്. അപ്പം മെഡിസിൻ കയറി കഴിഞ്ഞപ്പോൾ ഇവളുടെ തലയ്ക്കെല്ലാം പെട്ടെന്ന് ഒരു അസ്വസ്ഥതയായി മരുന്ന് കയറിയതിൻ്റെ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ മരുന്നിൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പം അതിന് ശേഷമാണ് ഇവിടെ പോയിട്ട് സ്റ്റിച്ച് ഇട്ടത്. 5 സ്റ്റിച്ച് കറക്റ്റ് പറഞ്ഞില്ല, 5 ചിലപ്പോൾ 5 കൂടുതലായിരിക്കും. നാളെ ഡ്രസ്സിംഗ് ഉണ്ട്, അതായത് എനിക്ക് മുറിവ് ആഴത്തിലില്ല, അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഡ്രസ്സ് ചെയ്യാം. പക്ഷെ അവളുടേത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തന്നെ ഡ്രസ്സ് ചെയ്യണം. അത് ഉണങ്ങുന്നോടം വരെ അങ്ങനെ തന്നെ ചെയ്യണം. സ്റ്റിച്ച് എടുക്കുന്ന അത്രയും നാളും ഇങ്ങനെ ഒന്നരാടം പോയിട്ട് ചെയ്യണം. കാരണം അതിനെയൊന്നും ഇതായി വരാനായിട്ട് ചിലപ്പോൾ 1-2 മാസം എടുക്കും. അത്രയും ഇത് ആഴത്തിൽ അത്രയും ഉണ്ട് അല്ലേ, ആഴത്തിൽ പോയിട്ടുണ്ട്. പിന്നെ അത് അവിടെ ചതഞ്ഞു. അപ്പം എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനായിട്ടുള്ളത് ആ ഒരു 5 പേരോടാണ്. ഞങ്ങളെ ആ സ്പോട്ടിലെടുത്ത് ആശുപത്രി കൊണ്ടുപോയത്. അപ്പം എല്ലാവർക്കും തോന്നുന്ന ഒരു മനസ്സല്ല സത്യം പറഞ്ഞാൽ. അവരുമായിട്ട് ബന്ധവും കാര്യങ്ങളും എല്ലാം കാണും. കാരണം ഞാൻ അവരെല്ലാം ഫോൺ നമ്പരും മേടിച്ചിട്ടുണ്ട്. അത്ര സ്നേഹത്തോടെയാണ്. ഏറ്റവും അവസാനം അവർ പോയപ്പം ഷായ്ച്ചാൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നമ്മളെ സാമ്പത്തികമായിട്ട് വല്ല ബുദ്ധിമുട്ടുവാണോ, നമ്മൾ ബില്ലടച്ചിട്ട് പോട്ടെ എന്ന് ചോദിച്ചു. ബില്ലടക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഷായ്ച്ചേട്ടാ അതൊന്നും വേണം, നിങ്ങളിവിടെ ഞങ്ങളെ കൊണ്ടുവന്നല്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു. അപ്പം എല്ലാം നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ കാര്യങ്ങൾ ഓക്കെ ആയിട്ടാണ് അവർ പോയത്. കാരണം അവർക്കും വീട്ടിൽ പോകണം, കുടുംബമുണ്ട്, അവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കും അങ്ങ് പോകണമായിരുന്നു. അപ്പം വലിയൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ അത് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത കാര്യം. അതുപോലെ തന്നെ നസീനും റിജോ ബ്രോ അവിടെ ചെന്നൈയിലും റേഡിയോഗ്രാഫറാണ്, എക്സ്റേ ഒക്കെ എടുക്കുന്നത്. റേഡിയോഗ്രാഫർ എന്നല്ലേ പറയുന്നത്? റേഡിയോളജി. അപ്പം ആളും അവർ രണ്ടുപേരും അവിടെ വന്നു കഴിഞ്ഞ് സംസാരിച്ച് നമ്പരൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ ഉള്ളതാണ്. അപ്പം ഇവിടെ കണ്ടെന്ന് എനിക്കിങ്ങനെ ഒരു ഓർമ്മയുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞ് ഞാൻ യൂട്യൂബ് ചാനൽ എടുത്ത് കാണിച്ചപ്പോഴത്തേക്കും എൻ്റെ ചേട്ടാ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ കൊച്ച്. അപ്പം ആ കൊച്ചിന് അറിയാവുന്നവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരാണ്. അപ്പം ആ കൊച്ചല്ല, റിജോ ബ്രോ എന്നെക്കാളും ഒരു വയസ്സ് 2 വയസ്സുള്ള പോകുന്നത് അതോളല്ലേ. അപ്പം അവർക്ക് ഒരുപാട് നന്ദി പറയാൻ വേണ്ടിയിട്ടുണ്ട്. എല്ലാവരും അവരെല്ലാവരും നോക്കണം. എൻ്റെ അടുത്ത് നമ്മുടെ കൂടെ തന്നെ ഉള്ളവരാണ് അവരെല്ലാം വന്നിട്ട് എനിക്ക് എങ്ങനെ നന്ദി പറയേണ്ട അറിയത്തില്ല. എനിക്ക് എന്ത് നന്ദി അറിയിച്ച് ഞാൻ വിടുകയല്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം അതേ മോളെന്ന് കരുതി അല്ലെ പെങ്ങളെന്ന് കരുതിയാണ് അത്ര ഇതോടുകൂടി കൊണ്ടുവന്ന് എന്നെ അത്ര സേഫാക്കി പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. വന്ന് വീണ്ടും എന്നെ വിളക്കി ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പം മോളെ വെച്ചിട്ട് മനസ്സിലും വേണം. പക്ഷേ എനിക്ക് ഷോക്ക് മാറി. ഞാനിവിടെ എല്ലാം പറഞ്ഞിട്ട് എനിക്ക് പറ്റിയ ഉണ്ടായ ഷോക്ക് നമുക്ക് അവസ്ഥ വന്ന അത് അറിയാ. എന്റെ ബാക്ക് ഫുള്ള് തോലി പോയിരിക്കുക. എനിക്ക് ഇവിടെ മുട്ടുമ്പോ ഇന്നലെ കിടന്ന അവസ്ഥ എന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു 2 പേർക്കും. ഞങ്ങൾ 2 പേരും ഇന്നലെ കുറച്ച് കഷ്ടപ്പെട്ടു ഒന്ന് കിടക്കാൻ വേണ്ടി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ സ്റ്റിച്ചൊക്കെ ഇട്ടു, എൻ്റെ ക്ലീൻ ആക്കി. അപ്പോൾ അതിനിടയ്ക്ക് അമ്പിളി ചേച്ചി വിളിക്കും. അമ്പിളി ചേച്ചി കുട്ടിക്കാരൻ എത്തിയപ്പോൾ വിളിച്ചായിരുന്നു. അമ്പിളി ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചു, അപ്പോൾ എവിടെയാ? അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി കോഫി കുടിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ പോകുന്നുള്ളൂ. ഇത്ര നേരമായിട്ട് എത്തിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു പയ്യല്ലേ വന്നേ. അപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറായി അവിടുന്ന് പോകുന്നപ്പോ അല്ലേ. അപ്പത്തേക്ക് അമ്പിളി ചേച്ചി പറഞ്ഞു, അയ്യോ ഇത്രയും പയ്യാണോ പോകുന്നത്, നിങ്ങൾ എന്നാ ചെല്ലാറായെന്ന് ഞാൻ വിചാരിച്ചേ, എന്നാൽ ചെന്നിട്ട് വിളിക്കുന്നു പറഞ്ഞു. അപ്പം അവിടെ ഇരിക്കത്തന്നെ അമ്മയും വിളിച്ച് കഴിഞ്ഞിട്ട് ലച്ചു ഇടയ്ക്ക് ഛർദ്ദിച്ചെന്ന് പറഞ്ഞായിരുന്നു. അപ്പം കുഴപ്പമുണ്ടോന്ന് അറിയാൻ വേണ്ടി പിന്നെയും വിളിച്ചു വെച്ച് കഴിഞ്ഞിട്ട് അപ്പം വീണ്ടും ആമി വിളിച്ചു എന്നെ, ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ആമി വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ കുഞ്ചു വരാവോ, മോനെ കാണണം വരാവോന്ന് ചോദിച്ചിട്ടാണ് ലാസ്റ്റ് ഫോൺ വെച്ചത്. എൻ്റെ മനസ്സിൽ അതെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മയില്ല, എനിക്കിങ്ങനെ എല്ലാം കൊണ്ടും അപ്പോസിനെ വന്നു കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ആ മനസ്സിൽ മുഴുവനും അതിങ്ങനെ കിടന്നിട്ട് ഒട്ടും പറ്റുന്നില്ല. അതിങ്ങനെ മനസ്സിൽ വീണ്ടും എന്നെ ഡ്രസ്സ് ചെയ്യുമ്പോഴും വീട്ടുമ്പോഴെല്ലാം നല്ല ബഹളം. ഞാൻ പറഞ്ഞു സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കാറിക്കോ, ഒരു പ്രശ്നവും ഇല്ല, വേദന എടുത്തിട്ടില്ലേ, സഹിക്കാൻ പറ്റുന്നില്ല കാറിന്.
പക്ഷെ ഞാൻ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ പറഞ്ഞിട്ട് മിണ്ടായിരിക്കും അങ്ങനെ നല്ല ഹോസ്പിറ്റൽ, സൂപ്പർ ഹോസ്പിറ്റലായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. എല്ലാവരെയും ഹോസ്പിറ്റാലിറ്റിയും എല്ലാ കാര്യങ്ങളും ഒന്നിനൊന്നിനും മെച്ചം. സിസ്റ്റർ ഉണ്ടായിരുന്നു, ഞാൻ ആളെ കണ്ടില്ല, പേരെന്തോടെ പറഞ്ഞു. ആളാണ് എല്ലായിടത്തും ചെന്ന് പറഞ്ഞത് നമ്മൾ യൂട്യൂബേഴ്സ് ആണ്, നമ്മൾ ഇങ്ങനെ സാധിക്കും എല്ലാം പറഞ്ഞു. എൻ്റെ അടുത്ത് വന്ന് നല്ല കൂളായിട്ട് സംസാരിച്ച എല്ലാ ഡോക്ടേഴ്സ് രണ്ടുപേരും, രണ്ട് കൊച്ചു ഡോക്ടേഴ്സാണ്, രണ്ടുപേരും പെണ്ണുങ്ങളായിരുന്നു. ഒരു രണ്ടുപേരും ഡോക്ടറാണ് സ്റ്റിച്ച് ഇട്ടത്. അപ്പോഴും സ്റ്റിച്ച് ഇടുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ എനിക്കറിയാം. ഞാൻ ഇപ്പോൾ പറഞ്ഞ് തീരെ അറിയാമല്ലോ, ഞാൻ സ്റ്റിച്ച് ഇടുന്നില്ലല്ലോ, ഒട്ടിക്കുമല്ലേ തൂക്കുമല്ലേ എന്ന് പറഞ്ഞ് എനിക്കറിയാം. പക്ഷെ ഞാനും ഓക്കെ 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 എന്ന് പറഞ്ഞു. അവർക്ക് നമ്മളെ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കാതെ ചെയ്യുന്നത്. കാരണം എനിക്ക് സീഷർ ഓൾറെഡി വന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞ് വീണ്ടും നമുക്ക് ഐസിലേക്ക് കയറേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് എന്നെ കയ്യിൽ പിടിച്ച് ഒരു സിസ്റ്റർ പിടിച്ച് നിൽക്കുമായിരുന്നു. ഒരാൾ ഇവിടെ നിൽക്കുന്ന ചേട്ടൻ സംസാരിക്കാൻ. നമുക്ക് ഇനി റീൽസ് ഒക്കെ ഇടുന്നു, ഞങ്ങൾ വന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ, ഉറപ്പായിട്ട് ഞങ്ങൾ വന്ന് കമൻറ്റ് ചെയ്തു. അതുകൊണ്ട് കാര്യമൊന്നും വേണ്ട. ഉച്ചയ്ക്ക് നേരം കൂടുതലായിട്ട് കാര്യമൊന്നും പിടിച്ച് വെച്ചിട്ടുണ്ട്. അതെന്നെ വിറച്ചോണ്ടിരിക്കും. ഒന്നാമത് ടെൻഷനായിട്ട് തണുപ്പും കൂടെ വന്നു കഴിയുമ്പോൾ എന്നെ എടുത്ത് അടിച്ച് വരയ്ക്കും ഭയങ്കരമായിട്ട്. പൊതിപ്പിച്ചിട്ട് വീണ്ടും മാറ്റി മാറ്റി കഴുകാന്നൊക്കെ ആദ്യമേ ഈ മരപ്പിക്കാൻ വേണ്ടി ഒരു സ്പ്രേ ഒഴിച്ചപ്പോഴത്തേക്ക് എന്റെ അമ്മ സ്പ്രേ അടിച്ചോ. പിന്നെ എനിക്ക് സ്പ്രേ അല്ല, ഒരു ലിക്വിഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചിരുന്നു എന്റെ അടുത്ത്. എന്റെ അമ്മേ എനിക്ക് അറിയത്തില്ല എന്തോ ഒഴിച്ച്. ആദ്യം ഒരു ഇത് ഒഴിച്ചു കഴുകി, അത് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ എനിക്ക് നീറ്റലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സാധനം ഒഴിച്ചു. നമ്മൾ ഈ താടിയൊക്കെ വടിച്ചിട്ട് ഈ ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ടൊന്ന് ഇങ്ങനെ ഒരു സാധനം സ്പ്രേ ചെയ്യും. അപ്പൊ അത് ഭയങ്കര ഒരു വേദന, അതിന്റെ ഒരു 10 ഇരട്ടി വേദന. അതങ്ങ് ഒഴിച്ചപ്പോഴത്തേക്ക് എന്റെ കണ്ണ് നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. കരയാൻ പാടില്ലല്ലോ, അഭിമാനിയല്ലേ. ഞാൻ വേദന ഇപ്പഴത്തെ കൈ വെച്ച് ഇങ്ങനെ മുറുക്കി പിടിച്ച് ഇങ്ങനെ ഇരുന്ന് കേട്ടോ. നല്ല വേദന എടുക്കും, നല്ല വൃത്തിയായി. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി. ഭയങ്കരമായിട്ട് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ 4 ഇഞ്ച് ആ മുറിവിനകത്ത് ചുറ്റും 4 ഇഞ്ചക്ഷൻ എടുത്ത് അവേർനെസ് ചെയ്ത്. ആ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നല്ല പെയിനായിരുന്നു. പിന്നെ അകത്തുനിന്ന് എടുത്ത് കൂട്ടി തയ്ക്കണ്ട, അതുപോലെ ഇങ്ങനെ കുഴിഞ്ഞിട്ടാണ് പൊട്ടൊടുക്കുന്നത്, തുറന്നിരിക്കാൻ കാണാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അത്. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോ ഞാൻ അവിടെ പുറകെ സ്റ്റിച്ച് എടുത്തോണ്ടിപ്പോ ഇവള് ഭയങ്കര കരച്ചില്ല. അപ്പൊ എനിക്കത് കേൾക്കാൻ പറ്റത്തില്ല. ഞാൻ പ്രസവവാടിന്റെ മുന്നിൽ നിന്നപ്പോ ആ ഒരു അന്നേരത്തെ ഒരു അവസ്ഥ. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇവളെ അകത്തോട്ട് കയറിക്കൊണ്ട് പോയി. ഇവളുടെ അടുത്ത് ഞാൻ നിൽക്കുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഞാൻ ഓക്കെയാവും. അപ്പൊ അവളും ഓക്കെയാവും. അപ്പം എനിക്ക് ഇവളുടെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. കാരണം ഞാൻ മറിച്ചിട്ടല്ലോ, വയ്യല്ലോ എന്നൊക്കെ മൊത്തത്തിൽ അല്ല അങ്ങനെ ഒരു ഇത് വരും നമുക്ക് പെട്ടെന്ന്. അപ്പം എന്നിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്പിളി ചേച്ചി പിന്നെയും വിളിച്ചു. അപ്പൊ അമ്പിളി ചേച്ചി അല്ല, ആതിരി ചേച്ചി, ഗാന്ധിയാറിന്ന് ആതിരി ചേച്ചി വിളിച്ചു. ആതിരി ചേച്ചി വിളിച്ചപ്പം ചെന്നോടാ കൊച്ചേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഞങ്ങളിങ്ങനെ ഒന്ന് വീണു, അപ്പോൾ ആശുപത്രിയിലാണ്. അപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു ഞങ്ങളങ്ങ് വരുവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ വരണ്ട, അവളെ ഇപ്പം സ്റ്റിച്ച് ഇട്ടുകൊണ്ടിരിക്കുക. ഞാനിപ്പം എങ്ങനെ എനിക്ക് വണ്ടി ഓടിക്കാൻ എനിക്കൊന്നും പറ്റിയില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഓടിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, അവളെ സ്റ്റിച്ച് ഇട്ടിട്ട് അങ്ങ് പോകാൻ ഉള്ള കേസേ ഉള്ളൂ. ഇല്ല ഞങ്ങൾ വരുവാ, അനീഷേട്ട എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അനീഷേട്ട ചോദിച്ചു. അനീഷേട്ടയോട് ഞാൻ പറഞ്ഞു ചേട്ടാ വരണ്ട, ഇത്ര അവിടെ വലിയ വിളിച്ചു ഒന്നാമത് 2 പേർക്കും വയ്യ, ഒട്ടും വയ്യ 2 പേർക്കും. അപ്പം നിങ്ങൾ ഇട്ടിട്ട് വരണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് നേരെ അളിയനെ വിളിച്ചു. അളിയൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അപ്പോൾ അമ്പിളി ചേച്ചി ഇങ്ങോട്ട് വിളിച്ചു. അമ്പിളി ചേച്ചി കാറിച്ച അമ്പിളി ചേച്ചി കരഞ്ഞ് പൊളിച്ച അവിടെ ഇതാക്കി. അമ്മ അല്ല എന്നെ വിളിക്കുമ്പോഴും അതെ. അപ്പോൾ എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഒന്ന് വീണതാ, നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഞങ്ങൾ പൊക്കോളാം. ഇല്ല ഞങ്ങൾ വരുവാന്ന് പറഞ്ഞു. ഒന്നും പറയാൻ സമയത്ത് ഞങ്ങൾ വരുവാ. അപ്പോൾ എന്നിട്ട് അളിയനപ്പോൾ അവിടെ സ്ഥലത്തില്ല. അപ്പം അനീഷേട്ടെ വിളിച്ചിട്ട് അളിയനും അവരും അവിടുന്ന് എല്ലാവരും കൂടെ പോന്നു. അവിടുന്ന് അമ്പിളിച്ചേച്ചി ഇടുന്ന എല്ലാവരും ഉണ്ടായിരുന്നു, അളിയനും അനീഷേട്ടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ചേട്ടായി രാവിലെ ഫുള്ള് ഓടിയിട്ട് ഓട്ടോ ഓടിക്കാൻ പോകുന്നതല്ലേ, ചേട്ടായിയുടെ കവേരി എടുത്തുകൊണ്ട് വന്നു. അത് കുറച്ച് താമസിച്ചു, കാരണം ഇവളുടെ എല്ലാം കഴിഞ്ഞു. എന്നെ ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വന്നു കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് വണ്ടിയെ കയറ്റി വിട്ടു. എനിക്ക് സ്കൂട്ടി ഓടിക്കാൻ പറ്റുമല്ലായിരുന്നു, ഒട്ടും പറ്റത്തില്ല. എനിക്ക് ഈ ഒരു കാല് ഞാൻ ഈ 2 കൈ വെച്ച് ബലമായിട്ടെടുത്ത് സ്കൂട്ടിയുടെ ഫ്രണ്ടിൽ വെക്കുമായിരുന്നു. ഒരു കാല്, ഇപ്പുറത്തെ കാല് കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് പെടലി എനിക്ക് നല്ല ബുദ്ധിമുട്ട്. കാരണം എല്ലാവരും ഹെൽമെറ്റ് വെച്ചേ വണ്ടി ഓടിക്കാറുള്ളൂ കേട്ടോ. എന്നാലേ അത് എനിക്ക് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് തോന്നിയിട്ടുള്ള, എപ്പോഴും ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചു വന്ന കാലം തൊട്ട് എവിടെ പോയാലും എനിക്ക് ഹെൽമെറ്റ് വെക്കണമെന്നൊരു തോന്നൽ ഓട്ടോമാറ്റിക്കലി വരും. ഞാനത് മറക്കത്തില്ലാത്തൊരു കാര്യം ഹെൽമെറ്റ് വെക്കുന്നത്. അപ്പം ഹെൽമെറ്റ് വെക്കും. അപ്പം നമ്മുടെ ഹെൽമെറ്റ് കണ്ടാൽ മനസ്സിലാവും ഹെൽമെറ്റിന് എത്ര ഡാമേജ് ഉണ്ടെന്ന്. ആ തലയ്ക്ക് നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും
ഫ്രണ്ടിൽ നിന്ന് വണ്ടി കയറുന്ന പുറകിൽ നിന്ന് വണ്ടി കയറുന്ന. രണ്ടാമത്തെ കാര്യം, നമ്മൾ വീഴുന്ന ആ ഒരു സ്പോട്ടിൽ ഞങ്ങൾ രണ്ടുപേരും മരിച്ചു പോയേനെ ഹെൽമെറ്റ് ഇല്ലായിരുന്നെങ്കിൽ. കുഞ്ചുസിന്റെ ഹെൽമെറ്റും പോയി, എൻ്റെ ഹെൽമെറ്റും പോയി കംപ്ലീറ്റ്. അതിന്റെ ഫുള്ള് പോറലും കാര്യങ്ങളുമാണ്. അപ്പൊ അത് ഗ്ലാസ്, എൻ്റെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് എല്ലാം പൊട്ടി, നല്ല പ്രശ്നമായേനെ. ഹെൽമെറ്റ് എല്ലാവരും ഹെൽമെറ്റ് ഉറപ്പായിട്ടും ധരിക്കണം. കാരണം നമ്മൾ വീണ് കഴിഞ്ഞിട്ടല്ല പിന്നെ ആലോചിക്കുന്ന ഹെൽമെറ്റ് വെക്കണമായിരുന്നു എന്ന്. അവിടെ നമ്മളെ രക്ഷിച്ചത് ആ ഒരു പ്രൊഡക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. നല്ല ഹെൽമെറ്റ് മേടിച്ച് എല്ലാവരും വെക്കുക കേട്ടോ. എന്നിട്ട് അവർ വന്നു കുഞ്ചൂസിനെ വണ്ടി കയറി. കാരണം കുഞ്ചൂസിന് ഇങ്ങനെ കൈയിട്ടുകൊണ്ട് പിന്നെ വരവ് നടക്കത്തില്ലായിരുന്നു. പിന്നെ അനീഷേട്ടായും അവരുടെ കൂടെയാണ്, എല്ലാവരും കൂടെയാണ് വന്നത്. അനീഷേട്ടായും ഉറക്കം വരുന്നുണ്ടായിരുന്നു. കാരണം 2 മണിയും ആയിരുന്നു ആ സമയം. കാരണം ഒരു ദിവസം ഫുള്ള് ജോലി ചെയ്തിട്ട് വന്നതാണ്. അതുപോലെ തന്നെ അളിയനും എല്ലാവരും നല്ല ടയേർഡായിട്ട് ഇരുന്നിട്ടും അവർ ഓടി വന്നു എനിക്ക് വേണ്ടി. ഇത്രയും ദൂരം എല്ലാവരും ഇവിടെ വന്നപ്പം എനിക്കുണ്ടായ സന്തോഷവും കാര്യങ്ങളും എന്താണെന്ന് എനിക്ക് പറഞ്ഞാൽ തീരത്തില്ല. കാരണം എനിക്ക് ആ മുറിവൊന്നും വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയില്ല. ആ ഒരു നിമിഷത്തിൽ എനിക്ക് അത്രയും സന്തോഷം തന്ന ആ ഒരു സമയത്ത്. ആ സന്തോഷത്തിന് പുറത്ത് വീണ കാര്യങ്ങളെല്ലാം മറന്നുപോയി എന്ന് തന്നെ പറയാം ആ ഒരു നിമിഷം കൊണ്ട്. അത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വരണ്ടെന്ന് പറഞ്ഞാലും അവർ വരണമെന്ന് തന്നെയല്ല എനിക്ക് ആഗ്രഹമുള്ളൂ. എൻ്റെ മനസ്സിൽ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അങ്ങനെയാണ്, നമുക്ക് വരണ്ടെന്ന് പറഞ്ഞാലും വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അതറിഞ്ഞ് തന്നെ അവർ ഇങ്ങോട്ട് നമ്മളെ വഴക്ക് പറഞ്ഞ് ഇനി വരുമ്പോൾ അതാണ് സ്നേഹമെന്ന് ഞാൻ കരുതുന്നത്. അപ്പം അവർ വന്നു. ഇവിടെ കിടക്കാൻ സത്യം പറഞ്ഞ ഇട പോലും ഇല്ലായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു കുഞ്ഞു വീട്ടിലോട്ടാണ് മാറി വയ്ക്കുന്നത്. അവിടെ എല്ലാവരും കിടക്കാൻ, അമ്മയ്ക്ക് കട്ടിലേന്ന് നിന്ന് മാറി കിടക്കാൻ പറ്റുമല്ലോ. അപ്പം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പായിട്ട് എല്ലാവരും കൂടെ കിടന്നു. അമ്മയുണ്ടായിരുന്നു, അമ്പിളി ചേച്ചിയുടെ അമ്മയുണ്ടായിരുന്നു, അളിയൻ, അമ്പിളി ചേച്ചി, അച്ചുകുട്ടൻ, അമ്പാടി, അനീഷേട്ടായി, ചേച്ചി, പിള്ളേർ 2 പേരും, ഇത്രയും പേരുണ്ടായിരുന്നു. അപ്പം നമ്മള് ഒരു പാ പോലും നമ്മൾ തപ്പിയിട്ട് കാണുന്ന പോലും ഇല്ലായിരുന്നു. കാരണം അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് മാറി വന്നതല്ലേ. അപ്പം പെട്ടെന്ന് സുരക്ഷിതമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം പായിൽ കിടന്നുറങ്ങി. ഞങ്ങൾക്ക് നിലത്ത് കിടക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ നിലത്ത് കിടക്കത്തുള്ളായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒട്ടും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. കിടത്തി എന്നെ ഉറക്കി കിടക്കുന്ന പറഞ്ഞിട്ട് ഉറക്കി. ഓരോ നിമിഷം അവർ നമ്മളെ നോക്കിയിട്ട് തന്നെയാണ്. രാവിലെ ഇപ്പം 6 മണി ആയപ്പോഴത്തേക്കും അവർ എണീറ്റ്. രാത്രി 3 മണിക്ക് ഇവിടെ വന്നിട്ട് അവർ രാവിലെ 6 മണിക്ക് തിരികെ പോയി. കാരണം മേളത്തെ നമ്മുടെ തൊട്ട് മേളത്തെ ചേട്ടന്റെ, അതായത് എന്റെ ചേട്ടന്റെ വെല്ലുമ്മച്ചിയുടെ ചേട്ടത്തിയുടെ കുഞ്ഞിന്റെ 56 ഇന്ന്. 56 28 56 28 നടത്തിയത്. 28 56 കെട്ടി. അപ്പം അത് അവിടെ എല്ലാരും വേണമായിരുന്നു. അപ്പൊ അത് പോയേ പറ്റുള്ളായിരുന്നു. അപ്പം പിന്നെ അതല്ലാതെ അളിയന്റെ അവിടെ മരം വെട്ടുകാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ജോലി ചെയ്ത് അവർ മുന്നോട്ട് ഒരു ദിവസം നേലമൊക്കെ കണ്ടില്ലേ, മൊത്തം പോയി. അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവർ ഓടി വന്നിട്ട് കുറച്ചു നേരം ഉറങ്ങി. അതിനുശേഷം ക്ഷീണം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവർ തിരികെ പോയി. അപ്പം ഏതൊക്കെയായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു കാര്യങ്ങളെന്ന് വെച്ചാൽ, ഞാനിപ്പം കടയിൽ, അതായത് ഇന്നലെ ഞങ്ങൾ ഉറങ്ങി, കുഞ്ചൂസും ഞാനും ഉറങ്ങി. എനിക്ക് ഞങ്ങൾ തിരിച്ചുകൂടെ വന്നപ്പോഴത്തേക്കും ആമി നല്ല ഉറക്കമാണ്. 3 മണി 3:30 ആയെന്ന് തോന്നുന്നു. ആമി ഉറക്കമാണ്, ലച്ചു ഉറക്കമാണ്. ആമി അപ്പം എല്ലാവരും ശബ്ദം കേട്ട് അവളെ എണീറ്റ് കണ്ണു തുറന്നു. എല്ലാവരും ചിരിച്ചൊക്കെ കാണിച്ചു. അച്ഛയുടെ കൈ ഇരുന്ന് റൂമിൽ ഹാളിലോട്ട് വന്നു. അപ്പോൾ അവളെ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ മുറിവും കെട്ടും വിങ്ങി പൊട്ടി ഒറ്റ കരച്ചിൽ വെച്ച് കേട്ടത്. അവൾക്ക് അത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. അവൾ കുറേ നേരം കരഞ്ഞു നോക്കും, കുഞ്ചൂസിൻ്റെ കയ്യിലോട്ട് നോക്കും, കണ്ണ് നിറയും. നോർമലായി കഴിഞ്ഞിട്ടും കുഞ്ചൂസ് നമ്മുടെ ദേഹത്തോട് നോക്കിയിട്ട് അവളുടെ കണ്ണ് പെട്ടെന്ന് നിറയുവാണ്. ലച്ചൂട്ടി അത്ര അറിയാറായില്ലല്ലോ. ലച്ചൂട്ടിക്ക് അത്രയും അറിയാറായിട്ടില്ല. ലച്ചൂട്ടി ലച്ചൂട്ടി ആ സമയത്ത് എണീറ്റുകൊണ്ട് കരച്ചിലും കാര്യങ്ങളായിരുന്നു. പിന്നെ നമ്മൾ ഉറങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല വൈകി എല്ലാവരും. എന്നിട്ടും അവർ ആ രാവിലെ തന്നെ പോയി, കറക്റ്റ് സമയത്ത് പോയി കേട്ടോ. കാരണം കാര്യങ്ങൾ ഒരുപാട് തീർക്കാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ടാണ് പോയത്. ഞങ്ങൾ ബർത്ത്ഡേക്കൊക്കെ വരണമെന്ന് പറഞ്ഞിട്ട് അതിന് കൺഫേം നമ്മൾ ബർത്ത്ഡേ നടത്തുന്നുണ്ടെങ്കിൽ വരണമെന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും ടൈറ്റായിട്ട് അവർ നിൽക്കുവാണ്. അപ്പോൾ ഉടനെ ഒന്നും വരവ് നടക്കത്തില്ലടാ, ഇപ്പോൾ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും ഏലമെല്ലാം പോയി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പം അന്ന് തന്നെ അവർക്ക് പോരേണ്ട ഒരു സാഹചര്യം വന്നുവല്ലേ. അത് അത്രയും ടൈറ്റിൽ എങ്ങനെ എനിക്കറിയത്തില്ല. ഞാൻ അവസാനം പോകുമ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി ഒന്നും പൈസ ഒന്നും മേടിച്ചില്ല കേട്ടോ. പൈസ ഒന്നും മേടിച്ചില്ല, അവരങ്ങ് പോയി. അപ്പം ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളെല്ലാം നടന്നത്. ഇത്തിരി വലിയൊരു ആക്സിഡന്റ് തന്നെയായിരുന്നു അത്. കുരുത്തം കൊണ്ടും രക്ഷപ്പെട്ടു, ദൈവം കൂടെ ഉള്ളത് കൊണ്ടും ഒരുപാട് ഉറപ്പായിട്ടും ദൈവം എത്ര ദുഷ്ടശക്തികൾ നമ്മളെ തകർക്കാൻ നോക്കിയാലും ദൈവം നമ്മളെ ഒരു കരവലയം തീർത്തിട്ടുണ്ട്. നമ്മുടെ ജീവൻ പോണെങ്കിൽ
ദൈവം തന്നെ തീരുമാനിക്കണം. ജീവിതം ദൈവത്തിനുള്ളത് വേറെ ആർക്കും എടുക്കാൻ. അതെ, അപ്പോൾ ഞാനിപ്പോൾ കടയിൽ പോയിട്ട് വന്നതാണ്. എനിക്കൊരു സൈഡ് ഫുള്ള് രാവിലെ എണീറ്റപ്പം ഫുൾ പെയിൻ ആണ്, കുഞ്ചൂസിനും ഫുള്ള് പെയിൻ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെഡലി ഹെൽമെറ്റ് അടിച്ച് തലയല്ലേ പെട്ടെന്നല്ലേ അടിച്ചത്. അപ്പോൾ എനിക്കിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തിരിക്കാൻ പാടാണ്. അപ്പൊ എനിക്ക് കുറച്ചു നേരം ഇരുന്നിട്ട് ഇപ്പൊ ഒരു വേദന ആയിട്ടുണ്ട്. നിനക്ക് വേദനയുണ്ടോ? എനിക്കിപ്പം വേദനയായി. എനിക്ക് തൊടയുടെ അവിടെ ഇത്രയും ഒരു മുഴ പോലെ മുഴച്ചിട്ട് അത് അവിടെ മുറിവില്ല, ബ്ലഡ് ഇങ്ങനെ ചത്തി കിടക്കുക. പിന്നെ എന്റെ കണ്ണയുടെ അവിടുത്തെ തൊലിയാണ് പോയത്, അവിടെ നീരാണ്. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങള്. എല്ലാവരോടും പറയാനായിട്ടുള്ള ഒരു കാര്യം, ഹെൽമെറ്റ് വെച്ചിട്ട് മാത്രമേ വണ്ടി ഓടിക്കാവുള്ളൂ. പിന്നെ നമ്മളിപ്പം എന്നാടാ നമുക്കിന്ന് ഇങ്ങനെ സംഭവിച്ചത് വന്നത് നമ്മുടെ അശ്രദ്ധ മൂലം ഒന്നുമല്ല, പക്ഷെ വരാനുള്ളത് വരും. പക്ഷെ നമ്മൾ എടുക്കേണ്ട കുറെ മുൻകരുതലുകളായിട്ട് നമുക്ക് വന്നിട്ട് നമ്മൾ പറയുവാണ്. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടോണ്ട് പറയുകയാണ് എല്ലാവരും. ആരെവിടെ പോയാലും ഒരു ചെറിയ നമ്മളിപ്പോ അറ്റം വരെ പോകുന്ന പറഞ്ഞാൽ നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ എവിടെയും പോകത്തില്ല കേട്ടോ. ഹെൽമെറ്റും വെച്ച് ക്ലിപ്പ് ഇടാൻ. അല്ല, ഞാനിവിടെ ഇപ്പൊ ഈ തൊട്ടപ്പുറത്ത് കടയിലൊക്കെ ചെറിയ കടയിലൊക്കെ പോകുമ്പോൾ ഞാൻ ഹെൽമെറ്റ് വെക്കാതെ പോയിട്ടുണ്ട്. ചെറിയ ഇവിടെ വരെയല്ലേ ഉള്ളൂ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരും. പക്ഷേ അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും വരല്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ 50 മീറ്റർ അപ്പുറത്തായിരിക്കാം വീഴുന്നത്. അതുകൊണ്ട് ഇനി ഹെൽമെറ്റ് വെക്കണം. ഹെൽമെറ്റിന്റെ ഏറ്റവും പ്രാധാന്യം മനസ്സിലാക്കി രണ്ടുപേരാണ് ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്നിപ്പം എണീറ്റ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എണീറ്റ് വരാൻ വേണ്ടി. ഫുള്ള് വേദനയാണ്, ഈ കാല് എനിക്ക് ഫുള്ള് അനക്കാൻ പറ്റില്ല. എങ്കിലും നമ്മൾ കടയിൽ പോയി എനിക്ക് കാരണം ആ 2 കിറ്റ് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ച് ഓൾറെഡി പൈസ നമ്മൾ കിറ്റ് എടുക്കുമ്പോഴേ അവർ പൈസ ഇട്ട് തരുന്ന. അപ്പോൾ നമുക്ക് അയക്കണമായിരുന്നു. അപ്പോൾ ഞാൻ കടയിൽ പോയി. മാത്രമല്ല അവര് അതെ, നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞാൻ എണീറ്റ് കടയിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് കംപ്ലീറ്റ് വേദനയും മാറി. കാരണം ഞാൻ ഓരോ ജോലികൾ ചെയ്യുവാണ്. എനിക്ക് റാപ്പ് ചെയ്യണമായിരുന്നു, ബോക്സ് റാപ്പ് ചെയ്യണമായിരുന്നു. അതെല്ലാം ഞാൻ ഈ കൈ പിടിച്ച് ഞാൻ റാപ്പ് ചെയ്തു. വലിയ ബോക്സ് ഞാൻ റാപ്പ് ചെയ്തു. കൊച്ചു എന്നെ സഹായിച്ചു കേട്ടോ. അപ്പം റാപ്പ് ചെയ്തു. പിന്നെ കടയിൽ അത് കഴിഞ്ഞിട്ട് ഒരു 8 കസ്റ്റമറോളം വന്നു. അവരെല്ലാം ഞാൻ മാനേജ് ചെയ്തു. അപ്പം ഒറ്റയ്ക്ക് മാനേജ് ചെയ്തു. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു. എൻ്റെ അടുത്ത് നമ്മൾ ഫാമിലി മെമ്പർ വന്ന് നമുക്ക് കടയുണ്ടെന്നൊന്നും അറിയത്തില്ല. ചിങ്ങവരുന്നൊരു ചേച്ചിയും ചേട്ടനോടെ കുഞ്ഞിനൊരു ടോപ്പും ജീൻസും എടുക്കാമെന്നായിരുന്നു. അപ്പം കയറി വന്നത്തേക്ക് ഇങ്ങനെ ചിരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു അറിയാമെന്ന് ചോദിച്ചു. ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബ് എന്ന് ചോദിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് പേരൊക്കെ പയ്യെ, കാരണം കുറച്ച് മുമ്പാണ് വീഡിയോ കണ്ടിട്ടുള്ളത്. അമ്മല് ഓക്കെ അങ്ങനെ. അപ്പോൾ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. എല്ലാവരും വന്നവരെല്ലാം ചോദിച്ചു കേട്ടോ, എന്ത് പറ്റിയാന്ന്. അപ്പം ഇപ്പോൾ ഒരു വേദന ഇപ്പോൾ കുറച്ച് നേരം ഇരുന്നുകൊണ്ട് ആ ഒരു വേദനയുണ്ട്. നമ്മൾ എണീറ്റ് നടന്ന് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ആ വേദന കുറച്ചുകൂടെ കുറയും കേട്ടോ. അതെനിക്കിന്ന് മനസ്സിലായി. നല്ല പെയിനോടെയാണ് ഞാൻ ഇവിടുന്ന് കടയിലോട്ട് പോയത്. നമുക്ക് പോയേ പറ്റുള്ളൂ, നമുക്ക് മുന്നോട്ട് ഓടിയേ പറ്റുള്ളൂ. തളർന്ന് ഒരിടത്ത് ഇരുന്നാൽ അത് നമുക്ക് എത്തേണ്ടോടെ നമ്മൾ എത്തത്തില്ല. ഇപ്പം നമ്മൾ ഒരുപാട് മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് നമ്മളിന്ന് വലിച്ച് താഴെയിടും, പക്ഷെ ആ കുഴിയിൽ നമ്മൾ പെട്ടെന്ന് വലിഞ്ഞു കയറും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതി. അത് നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് നമ്മൾ അത്രയും സ്ട്രോങ് ആക്കി. ഞാനൊക്കെ ചെറിയൊരു ചെറിയൊരു കൈ മുറിവുണ്ടെങ്കിൽ ഞാൻ ആ കൈ ഇങ്ങനെ പിടിച്ച് നടക്കുന്ന ആളാണ്. പക്ഷെ ഇന്ന് എനിക്ക് വന്ന ആഴത്തി അത്ര മുറിവ് ഞാൻ ഭയങ്കര വലിയ കാര്യമായിട്ട് നടക്കുന്നില്ലെന്ന് എനിക്ക് അച്ഛന് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചെറിയ വേദന ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ കൊണ്ടുനടക്കുന്നതായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ ജീവിതാനുഭവം വെച്ചിട്ട് എന്ന് മാറുന്ന ആളെ എല്ലാം വന്നു. അതിൽ നിന്ന് ഒത്തിരി സ്ട്രോങ് ആയി. ഇപ്പൊ ഇതിനകത്ത് സ്റ്റിച്ച് ഉണ്ട്. ഇത് ചുറ്റിയേക്കുന്നത് തൂക്കി ഇത് അതിനകത്ത് എന്റെ ഇത് ഈ ഒട്ടിച്ചേക്കുന്ന പോലെ തന്നെ ഒട്ടിച്ചേക്കുവാണ് കേട്ടോ. സ്റ്റിച്ചിനകത്ത് പുറമേ ഒട്ടിച്ചേക്കുവാണ്. അതിനിപ്പോ നാളെ പോയിട്ട് ഇനിയിപ്പോ ഡ്രസ് ചെയ്യണം. അപ്പം പിന്നെ നമ്മുടെ 3-ാം തീയതി നമ്മുടെ കിണർ പണി തുടങ്ങുകയാണ്. നമ്മളെവിടെയും നമ്മൾ ഒത്തിരി തളർന്നു പോയെന്നോ നമ്മൾ ഫിസിക്കലി ഇത്തിരി വീക്കായെന്ന് പറഞ്ഞാൽ നമ്മൾ മെന്റലി ഒരിക്കലും വീക്കാകത്തില്ല. നമ്മൾ ഉഷാറായിട്ട് തന്നെ കാര്യങ്ങൾ പോകും. ഉഷാറായിട്ട് കാര്യങ്ങൾ പോട്ടെ എന്ന് പറയുന്നത് അത് നട്ടായിരിക്കും പറ്റില്ല. കാരണം അത് ഏറ്റവും നല്ല സമയമാണ്. നമുക്കും ചെയ്യാനായിട്ട് വേറെ സമയമെല്ലാം നോക്കിയാണ് എല്ലാ കാര്യം ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും വേണം. നമുക്ക് നമ്മളെല്ലാം പോയെന്ന് പറഞ്ഞാലും പലയിടത്തുനിന്ന് പലതും വരും. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. വെള്ളം കാണാൻ വേണ്ടിയിട്ടും കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാം. ആർക്കും ഒരു അപകടം പറ്റാതെ ഒന്നും സംഭവിക്കാതെ എല്ലാ കാര്യവും വരാൻ വേണ്ടി ആർക്കും ഈ ലോകത്തുള്ള ആർക്കും ഒരു രീതിയിലും ഒന്നും വരാതെ ഇപ്പൊ വേദന അനുഭവിക്കുന്നവർക്കാണെങ്കിലും വേദനയ്ക്ക് ആശ്വാസവും മുന്നോട്ട് പഴയ രീതിയിൽ പഴയ ജീവിതം നയിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും. അപ്പൊ ഇതായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവർക്കും ടാറ്റ. ഉറക്കം വരുന്നുണ്ട്, ശരീരം നല്ല വീക്കാണ്. രാവിലെ ഞങ്ങൾ തലേദിവസം ഉറങ്ങാതെ രാവിലെ പോയി കറക്റ്റ് 10 മണിക്ക് കട്ടപ്പന ചെന്നു. കോടതി ഇറങ്ങിയത് 3:30 കഴിഞ്ഞിട്ടാണ് കോടതി. ശരി, 10 മണിക്ക് കോടതി കയറി 3:30 കഴിഞ്ഞ് ഇറങ്ങി. 3:30 കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് പിന്നെ നേരെ പോകുന്നതാണ് താമസിക്കാതെ. പക്ഷെ ഒന്നും കുഴപ്പമില്ല. ഹാപ്പി
യെസ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. ഞാൻ ഇനി ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉറങ്ങിപ്പോകും. ഉറങ്ങി വീഴുന്നു നിങ്ങൾ ലൈവായിട്ട് കാണേണ്ടി വരും. ഞാൻ ഉറങ്ങി കേട്ടോ. എനിക്ക് ഭയങ്കര വേദന കാണണം. ഞാൻ ഉറങ്ങാനാണ്. ഞാൻ ഇരിക്കുന്നുള്ളൂ. എനിക്ക് വേദന കൂടി. ആമി ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ കയ്യിൽ പിടിക്കും. ആണോ പോട്ടെ കേട്ടോ. ആരോ കുഞ്ചു കൊണ്ടുപോയേ? ഞാൻ പറഞ്ഞു അത് ഞാൻ ഇന്നലെ പറഞ്ഞു കിടന്നു. മോന്റെ ചേട്ടന്മാരോ ആണോ? അച്ഛത്തി ആരെ കൊണ്ടുപോയി നമ്മള് ചോദിച്ചോണ്ടിരുന്നത്. ഞങ്ങൾ രണ്ടുപേർക്കും പറ്റി. പിന്നെ ആര് കൊണ്ടുപോയി എന്നുള്ളത് ഞാൻ പറഞ്ഞു രാത്രി തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. അയ്യോ. അപ്പൊ അവർക്കും ഒരുപാട് നന്ദി. അവർക്കാണ് ഒരുപാട് നന്ദി പറയേണ്ടത്. അതെ. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക പെട്ടെന്ന് റിക്കവറി ആവാൻ വേണ്ടിയിട്ട്. കുറച്ച് കിടന്നു കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ട്. അതിൽ നിന്ന് ഓക്കെ ആയി വരാൻ കുറച്ച് സമയം എടുക്കും. നമുക്കൊക്കെ ഞാനിപ്പം കടയിൽ പോകും, മറ്റേ ടിക്കറ്റ് എല്ലാം നോക്കും. നമ്മൾ ഉഷാറായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് അടിപൊളിയായിട്ട് തന്നെ പോകും. എവിടെയും വീണ് പോകത്തില്ല. കാരണം സ്ട്രോങ് ആയിട്ട് 10,000-ങ്ങളല്ല ലക്ഷങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പൊ വ്യൂവേഴ്സ് ഒക്കെ ഇത്തിരി കുറവാണെങ്കിലും ഇപ്പൊ ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതെ. ഇപ്പൊ വീഡിയോ കാണാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങളോട് എന്നും സ്നേഹം മാത്രം. അത് നമുക്ക് സന്തോഷമാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ലവ് യു ഓൾ, ചക്രമ്മ.